സോവിയറ്റ് യൂണിയന്റെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ലൂണ 2 വിക്ഷേപിച്ചു. മുമ്പ് പോയതിനേക്കാൾ ചില ലക്ഷ്യങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ലൂണ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്താൻ പോകുന്ന ആദ്യത്തെ സ്പേസ് ദൗത്യമായാണ് ലൂണ 2 സോവിയറ്റ് യൂണിയൻ കരുതുന്നത്. ഇതുവരെ ആർക്കും സാധിക്കാത്ത ഒരു ദൗത്യം. ഒടുവിൽ സോവിയറ്റ് യൂണിയൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ലൂണ 2 ചന്ദ്രനെ തൊട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. പരസ്പരം സാങ്കേതിക വിദ്യയിൽ മത്സരിച്ചിരുന്ന ഉൾക്കളികൾ നിറഞ്ഞൊരു യുദ്ധമായിരുന്നു അത്. എന്നാൽ 1957 മുതൽ സോവിയറ്റ് യൂണിയൻ സ്പേസ് പര്യവേഷണങ്ങൾ നടത്താൻ തുടങ്ങിയതു മുതൽ പലപ്പോഴും അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ മുന്നിൽ മുട്ടുമടക്കിയ ഒരവസ്ഥ നിലനിന്നിരുന്നു. 1962ഓടെ സോവിയറ്റ് യൂണിയൻ മനുഷ്യനെ ആദ്യമായി സ്പേസിലെത്തിച്ചതോടെ അമേരിക്കയുടെ ഇമേജ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തകരാൻ തുടങ്ങുകയും അതന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് കെന്നഡിയുടെ സ്ഥാനത്തിന് വരെ വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. അതോടെ ഒരു വലിയ തിരിച്ചടി തന്നെ നൽകണമെന്ന് കെന്നഡി തീരുമാനിച്ചു. യൂറി ഗഗാറിന്റെ ആദ്യ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് ചില മാസങ്ങൾക്ക് ശേഷം We choose to go to the moon. We choose to go to the moon. സോവിയറ്റ് യൂണിയനെയും ലോകത്തിലെ മറ്റ് ബൃഹത് ശക്തികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക മനുഷ്യനെ വെച്ചുള്ള ആദ്യത്തെ ചന്ദ്രദൗത്യം വിക്ഷേപിക്കുന്നു. ആ ദൗത്യത്തിനായി നീൽ ആംസ്ട്രോങ്ങും ബസ് ആൻഡ്രിനും മൈക്കൽ കൊളിൻസുമായിരുന്നു യാത്രക്കാരായി ചന്ദ്രനിലേക്ക് യാത്ര ആരംഭിച്ചത്. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് കൃത്യം 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അപ്പോളോ 11 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തു. മനുഷ്യന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായി എന്ന് ഇന്നും കരുതപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത്. ആ ചരിത്ര നിമിഷങ്ങൾ ഭൂമിയിലെ ടിവികളിൽ ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ട് കോൾഡ് വാറിൽ സോവിയറ്റ് യൂണിയനോടുള്ള ചുട്ട മറുപടിയായി അമേരിക്ക തിരിച്ചടിച്ചു. ആ ചന്ദ്രദൗത്യം അമേരിക്കയുടെ സുവർണ ചരിത്രത്തിൽ സ്വർണലിപികളാൽ എഴുതി ചേർത്തു. ആദ്യമായി ഒരു രാജ്യത്തിന്റെ കൂടി ചന്ദ്രനിൽ ഉയർത്തപ്പെട്ടു. അതോടൊപ്പം തന്നെ മൂണിലെ ചിത്രങ്ങളും വീഡിയോകളെല്ലാം ഭൂമിയിൽ എത്തിച്ചേർന്നു. 1969 ജൂലൈ 24ഓടെ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരിച്ചു ഭൂമിയിൽ എത്തിച്ചേരുകയും അമേരിക്കയുടെ അപ്പോളോ 11 എന്ന മിഷൻ സമ്പൂർണ്ണ വിജയമാവുകയും ചെയ്തു. ആ ഒരൊറ്റ വിജയത്തോടെ അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ അടുത്ത് കോൾഡ് വാറിൽ വലിയ മേൽക്കൈ നേടുകയും ചെയ്തു. പിന്നീട് കോൾഡ് വാറിൽ തന്നെ അമേരിക്ക വിജയിക്കാൻ അത് കാരണമാവുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. അമേരിക്കയുടെ ചന്ദ്രനിലെ വിജയത്തിൽ സോവിയറ്റ് യൂണിയനും ചില ശാസ്ത്രജ്ഞന്മാരടക്കം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പ്രധാന പ്രശ്നമായി കണ്ടിരുന്നത് മനുഷ്യൻ ടെക്നോളജി പരമായി ഒരുപാട് മുന്നിട്ട് നിൽക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ മൂണിലെ ദൃശ്യങ്ങൾ മൂണിൽ നിന്നും എങ്ങനെ ഭൂമിയിൽ ലൈവായി സംപ്രേഷണം ചെയ്തു എന്നതായിരുന്നു പ്രധാന പ്രശ്നം. ഒരു അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിൽ അമേരിക്ക ഉയർത്തിയ പതാക കാറ്റത്താടുന്നതും മറ്റൊരു വലിയ പ്രശ്നമായി. അതോടൊപ്പം മൂണിൽ നിന്നും എടുത്തു എന്ന് പറയപ്പെടുന്ന ഫൂട്ടേജുകളിൽ ഒന്നിലും ആകാശത്തെവിടെയും ഒരു നക്ഷത്രത്തെ കാണാൻ പോലും സാധിച്ചിരുന്നില്ല. 1972 കഴിഞ്ഞതോടെ പിന്നീട് ആരും ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. അതിൽ അമേരിക്കയടക്കം ഇതുവരെ മറ്റൊരു രാജ്യത്തിന് അതിന് സാധിച്ചിട്ടുമില്ല. ഒരു പക്ഷേ അന്ന് അമേരിക്ക ചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? അമേരിക്ക ചന്ദ്രദൗത്യം പ്രഖ്യാപിച്ച മുതൽ ചന്ദ്രനിൽ നിന്നുമുള്ള ലൈവ് സംപ്രേഷണം തങ്ങളുടെ ദൗത്യത്തിന് വിശ്വാസ്യത കൂട്ടുമെന്ന് കെന്നഡിക്ക് അറിയാമായിരുന്നു. ഇതിനായി നാസ വെസ്റ്റിംഗ് ഹൗസ് എന്ന കമ്പനിയുമായി കൂടിച്ചേർന്ന് ഒരു ക്യാമറ നിർമ്മിക്കുകയുണ്ടായി. വളരെ പരിമിതമായ കറണ്ടിൽ 7 വാട്ടിൽ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ലൈവ് വീഡിയോ സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയക്കാൻ കഴിയുന്നതുമായിരുന്നു ആ ക്യാമറ. മൂണിൽ നിന്നും എടുക്കുന്ന വിഷ്വൽസ് സിഗ്നലായി ആദ്യം എത്തുന്നത് നാസയുടെ ഓസ്ട്രേലിയയിലെ ട്രാക്കിംഗ് സ്റ്റേഷനിലായിരുന്നു. അവിടെ വെച്ച് സ്റ്റാൻഡേർഡ് ബ്രോഡ്കാസ്റ്റ് സിഗ്നലായി കൺവേർട്ട് ചെയ്തതിനു ശേഷം അമേരിക്കയുടെ സാറ്റലൈറ്റുകളിലേക്ക് തിരിച്ചയക്കുകയും അവിടെ നിന്നും ലൈവായത് വിവിധ ടിവികളിൽ എത്തുകയുമാണ് ചെയ്തത്. ചന്ദ്രോപരിതലത്തിൽ സൂര്യന്റെ പ്രകാശം അമിതമായി പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ
ആസ്ട്രോണമേഴ്സ് എടുക്കുന്ന ഉയർന്ന ഷട്ടർ വേഗതയിലും കുറഞ്ഞ അപ്പറേച്ചറിലുമുള്ള ചിത്രങ്ങളിൽ ഒന്നിലും നക്ഷത്രങ്ങളെ കാണുവാൻ സാധിക്കാറില്ല. സാധാരണ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഗ് ചന്ദ്രനിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ നാസ ഇതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു ഫ്ലാഗ് ആയിരുന്നു അന്ന് ചന്ദ്രനിൽ സ്ഥാപിച്ചത്. 1972 ശേഷം എന്തുകൊണ്ട് മടങ്ങിപ്പോയില്ല എന്ന ചോദ്യത്തിന് നാസ നൽകിയ മറുപടി, ഈ ദൗത്യത്തിന് വേണ്ടി അമേരിക്കയുടെ മൊത്തം വരുമാനത്തിന്റെ 25% പണമായിരുന്നു ചെലവഴിച്ചിരുന്നത്. ഇത്രയും പണം മുടക്കി ഇനി ചന്ദ്രനിൽ പോവണ്ട എന്നും മൂണിൽ നിന്നും തങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം തങ്ങൾ സാധിച്ചെടുത്തു എന്നും നാസ വിശ്വസിച്ചു. അതോടൊപ്പം ഭൂമിക്ക് മുകളിലായി ഭൂമിയെ ചുറ്റുന്ന ഒരു സ്പേസ് ലബോറട്ടറി എന്ന ദൗത്യത്തിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയതോടെ ചന്ദ്രനിൽ പിന്നീട് അമേരിക്ക പോയില്ല. പക്ഷെ ഇതുവരെ മറ്റ് രാജ്യങ്ങൾക്ക് അത് സാധിക്കാത്തതിൽ അമേരിക്കയുടെ കുറ്റമല്ലല്ലോ.